കടുവപ്പേടി ഒഴിയാത്ത ഇടമായി മാറിയിരിക്കുകയാണ് വയനാട് മീനങ്ങാടിയിലെ CC എന്ന പ്രദേശം. ഇവിടെ തൊഴുത്തിലെത്തി പശുക്കിടാവിനെ കൊന്നുതിന്ന കടുവയും ഇന്നലെ രാത്രി ആടിനെ പിടികൂടിയ കടുവയും ഒന്നാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. വയനാട് സൗത്ത് ഡിവിഷനിലെ നമ്പർ 09 കടുവയാണ് ജനങ്ങൾക്കിപ്പോൾ ആശങ്കയും ഭീതിയും ഉണ്ടാക്കുന്നത്. വയനാട് CCയിലെ പ്രധാന പാതയോരത്തെ വീട്ടിൽ കടുവയെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച. അന്ന് പശുവിനെ കൊന്നു. അതേ കടുവ ഇന്നലെ രാത്രി 8:30 അരിവയലിലെ മറ്റൊരു വീട്ടിലെത്തി കൊന്നത് ആടിനെ. ഇന്നലെ രാത്രി 8:30 CC താഴെ അരിവയൽ വർഗീസും വീട്ടുകാരും ചില അസ്വാഭാവിക ശബ്ദം കേട്ടു. പുറത്തിറങ്ങിയപ്പോൾ ഒരാട് കയറ് പൊട്ടിച്ച് ഓടുന്നതാണ് കണ്ടത്. ഇതിനെ പിടിച്ച് കൂട്ടിലാക്കുവാൻ എത്തിയപ്പോഴാണ് ഒരാടിനെ കടുവ കൊന്ന നിലയിൽ കാണുന്നത്. ഉടനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ഞങ്ങൾ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കൂട്ടിൽ നിന്നൊരു സൗണ്ട്, വേഗം കരച്ചിൽ കേട്ടു. അപ്പോൾ ആടിൻ്റെ കാല് പോയതാണെന്ന് വിചാരിച്ച് ഓടി ഇറങ്ങിയതാണ്. അന്നേരം ഒരാട്ടുകുഞ്ഞ് ഇതിലേ ഇറങ്ങി ഓടി. ആൾക്കാരൊക്കെ വിളിച്ച് വേഗം പന്തമൊക്കെ കത്തിച്ച് നോക്കുമ്പോൾ ഒന്നിനെ കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചവിട്ട് ഒച്ചപ്പാടും കേട്ടു ആ ഷെഡിൻ്റെ താഴെ നിന്ന്. പിന്നെ എല്ലാവർക്കും പേടിയില്ല, സന്ധിക്ക് ഇരുട്ടായില്ലേ. കാൽപാദങ്ങളുടെ പരിശോധനയിൽ കഴിഞ്ഞ ശനിയാഴ്ച CCയിലെ സുരേന്ദ്രന്റെ വീട്ടിലെത്തി പശുവിനെ പിടികൂടിയ കടുവയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. വയനാട് സൗത്ത് 09 എന്ന പേരിലുള്ള ആൺകടുവ. കടുവയ്ക്കായി വർഗീസിന്റെ വീടിന് പിറകിലും കെണിയൊരുക്കി. അതേ ആടിന്റെ ജഡം ഇരയായി കൂട്ടിലിട്ടു. ഇന്നത്തെ രാത്രി നിർണായകമെന്ന് വനംവകുപ്പ്. ഞാറ്റാടിയിലും CCയിലെ സുരേന്ദ്രന്റെ വീട്ടിലും പശുവിനെ കൊന്ന കടുവ തൊട്ടടുത്ത ദിവസം തന്നെ അതേ സ്ഥലത്തെത്തിയ അനുഭവത്തിലാണ് വനംവകുപ്പ് കാത്തിരിക്കുന്നത്. ഒരു 2 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ഇൻസിഡൻറ്റ് ഈ CC ഭാഗത്ത് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കാടും നാടും വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള പാരിസ്ഥിതിക നിയമങ്ങൾ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ച് വെക്കണം. അപ്പം ഇതിന് മേലധികാരികളുണ്ട്. മിനിസ്ട്രി ലെവൽ മുതൽ ഓഫീസേഴ്സ്, IS കാഡർ, IPS കാഡർ, DFO, സിവിൽ സർവീസ് കാഡേഴ്സ് ഉള്ളവരാണ്. അവർക്ക് നമ്മളെ കഴിഞ്ഞും കൂടുതലായിട്ട് ചിന്തിക്കാനും ചെയ്യാനും കഴിയും. അവരത് ചെയ്യണമെന്നുള്ളതാണ് വളരെ വൈകാരികമായിട്ട് പറയുകയാണ് സാർ. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്താണ് വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവകൾ ഇറങ്ങുന്ന അനുഭവം കൂടുതലായുള്ളത്. വനമേഖലയിലെ സാമ്രാജ്യം തല്ലുകൂടി തോറ്റതിനെ തുടർന്ന് നഷ്ടപ്പെടുകയോ പ്രായാധിക്യം മൂലം ഇര തേടാൻ കഴിയാതെ വരികയോ ചെയ്ത കടുവകളാകാം ഇതെന്നാണ് നിഗമനം. 2 സ്ഥാപിച്ച കൂടുകളിലൊന്നിൽ കടുവ കുടുങ്ങാനായി കാത്തിരിക്കുകയാണ് മേഖലയിലെ ജനങ്ങളും ഒപ്പം വനം വകുപ്പും. മൂടക്കൊല്ലി കൂടല്ലൂരിൽ ക്ഷീരകർഷകനായ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തിയതാണ് ജനങ്ങളുടെ ഭയമേറാനുള്ള കാരണം. കടുവയ്ക്ക് മറഞ്ഞിരിക്കാവുന്ന വിധമുള്ള ഭൂപ്രകൃതിയാണ് വയനാട് CCയിലേതും. ഈ സാഹചര്യത്തിൽ തോട്ടം മേഖലയിൽ കഴിയുന്നവരുടെ ആശങ്ക ഏറുകയാണ്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. മീനങ്ങാടിയിലും അരിവയലിലും കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ വലിയ ഭീതിയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ. സന്ധ്യയായാൽ വീടിന് പുറത്തിറങ്ങാൻ വല്ലാതെ ഭയമാണ് ഈ കുടുംബങ്ങൾക്ക്. ഏത് നിമിഷവും കടുവ ചാടി വീഴും എന്ന പേടിയോടെയാണ് ഓരോ ദിവസവും ഇവർ തള്ളി നിൽക്കുന്നത്. കേൾക്കാം പ്രദേശവാസികളുടെ ടെൻഷൻ. ഈ ജനങ്ങളെല്ലാം വളരെ ആശങ്കയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ അടുത്ത് ഇപ്പോൾ കടുവേൻ്റെ 24 മെയിൻ റോഡല്ലേ, ഈ മെയിൻ റോഡ് വഴിക്കൊക്കെ ജനങ്ങൾ നടക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. ഇത്ര നേരത്തെ 8:45 കടുവ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീതിയിലാണ് ജനങ്ങളെല്ലാവരും. ഞങ്ങളെല്ലാം ഭീതിയിലാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പശുക്കളുണ്ട്, പശു വളർത്തി ജീവിക്കുന്നവരാണ്. ഈ പ്രദേശത്ത് മൊത്തം പശുക്കളെയും കൊണ്ടും ആടും കൊണ്ടും ജീവിക്കുന്നവരാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പേടി. ഇന്നലെ രാത്രിയൊക്കെ ഞങ്ങളെല്ലാം ഈ ഭാഗത്ത് എല്ലാ വീട്ടുകാരും ഉറക്കളച്ച് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങളൊക്കെ വിധി തന്നെ. രാത്രി പോലൊന്ന് ഇറങ്ങി നടക്കാനോ ഒരു പുറത്ത് പണിക്ക് പോകാനോ കൃഷി സ്ഥലത്ത് പോകാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടാണ്. ഇതുപോലെ കാപ്പിത്തോട്ടമല്ലേ, അടഞ്ഞു കിടക്കുകയാണ്. അപ്പുറം ഇവിടെയൊക്കെ മൊത്തത്തിൽ കാപ്പിത്തോട്ടമാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലേ ഇത്, എത്ര മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതല്ലേ. അപ്പോൾ അതിനുള്ള പരിഹാരം കാണുക, അത് ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഈ ആട് പോയാൽ നമുക്ക് വേറെ ഉണ്ടാകാം, ഈ മനുഷ്യൻ പോയിട്ട് നമ്മൾ എങ്ങനെയുണ്ടാവും? ഇപ്പോൾ ജനങ്ങളെങ്ങനെ പേടിച്ചിട്ട് പുറത്തിറങ്ങുന്നുള്ള ഒരു കണ്ടീഷനിൽ ഭീതിയായി തുടങ്ങി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.